എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Six of Pentacles, Temperance energy. Next വന്നിട്ട് Knight of Wands, Ace of Wands, Six of Wands, Five of Swords energy connections. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു സമയമാണ്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരുന്നാൽ ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആവാം എന്നുള്ളത്, അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ സിക്സ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി കണക്ഷൻ അതായത് വരവിനൊത്ത് ചിലവ് കഴിക്കുകയാണ് എങ്കിൽ ഹാപ്പി ആയിരിക്കും. ഓവർ ലക്ഷറി കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു മേൽഗതി ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില ആളുകൾ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുമ്പോൾ ഒരു പടിപൊടി മുകളിലായി കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഉടനെ പുതിയതായിട്ട് എന്തെങ്കിലും EMI അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ലോൺ എടുത്ത് എന്തെങ്കിലും കുറച്ചുകൂടി വിലപിടിപ്പുള്ള, അപ്പോൾ എൻ്റെ പൊസിഷൻ കുറച്ചുകൂടി വലുതായി, അപ്പോൾ ഇനിയും കുറച്ചുകൂടി വിലപിടിപ്പുള്ള ഒരു ഫോണാണ്, സാധാ ഒരു ഫോണാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വില കൂടിയ ഒരു ഫോൺ എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റി വാങ്ങുക. അതുപോലെ അത്യാവശ്യം നെസസിറ്റി അല്ല എങ്കിൽ ഇഫ് ഇറ്റ്സ് സംതിങ് ദറ്റ് യു വോണ്ട് ബട്ട് യു ഡോണ്ട് നീഡ്, ആക്ച്വലി അതിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യമാണെങ്കിൽ നോക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അതിലേക്ക് കടക്കുക. വീണ്ടും കുറച്ച് കൂടുതൽ പൈസ കിട്ടുമ്പോൾ ആ കിട്ടുന്ന പൈസ EMIയിൽ അടച്ച് തീർക്കാനെന്നുള്ള രീതിയിലേക്ക് പോകാതിരുന്നാൽ ഹാപ്പി ആയിരിക്കും. പിന്നെ ടു വേ അബണ്ടൻസ് ആണ് എനർജി, വരവുകളും അതുപോലെ ചിലവുകളും എന്നുള്ള രീതിയിൽ. ഒരേ സമയം ഈ ഒരു എനർജിയുടെ ഡബിൾ സൈഡഡ് ആയിട്ടുള്ള എനർജി, അതായത് ഒന്നെങ്കിൽ ഇച്ചിരി ദൂർത്ത് അതല്ലെങ്കിൽ ഇച്ചിരി പിശുക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർത്ത് സേവ് ചെയ്ത് ഒന്നും ചിലവാക്കാതെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിലവാക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഇതിൽ പോകാതെ മിഡിലിൽ പോവുക, ആവശ്യത്തിന് കാര്യങ്ങൾ ചിലവാക്കുക, അമിതമായിട്ട് ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതർവൈസ് കരിയറിലും ഫിനാൻസിലും വളരെ മികച്ച നേട്ടങ്ങളുണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അതേപോലെ ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ കരിയർ ആൻഡ് ഫിനാൻസ് മാത്രമല്ല, കുടുംബജീവിതവും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയാം, നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബം, ആ ഒരു എനർജിയും പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പോൾ ജോലി നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിയിൽ മുന്നേറുന്നത് പോലെ തന്നെ ഫാമിലി ലൈഫും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ നല്ല രീതിയിൽ മുന്നേറുന്നു, നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും കുടുംബത്തോട് സമയം ചിലവഴിക്കുക, ഫാമിലിയായിട്ട് സംസാരിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പൊതുവെ ഒരു ധാരണ. ആ ഒരു ധാരണ നിങ്ങൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരിലേക്കും പകർന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു ഇതാണ്, കൂടുതൽ എത്രത്തോളം എക്സ്പെൻസീവായിട്ട് ബ്രൈറ്റായിട്ട് എക്സ്പെൻസീവായിട്ട് വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വില കൂടിയ കാര്യങ്ങൾ ചെയ്താലാണ് തൃപ്തി കൂടുതൽ വരിക. അതാ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലരിലുണ്ടാകുന്ന ഒരു രീതിയാണ്. അതിനെ മറികടന്ന് നിങ്ങൾ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിക്കാം, ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കളിക്കുക, ചിരിക്കുക, സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, കൊച്ചു പിക്നിക്കൊക്കെ പോവുക. ഇപ്പോൾ ഒരു ചെറിയൊരു പാർക്കിലാണെങ്കിലും ഒരുമിച്ച് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ വീടിന് അധികം ദൂരം ഇല്ലാത്തൊരിടത്താണെങ്കിൽ അധികം ആളുകൾ വരാത്ത, അല്ലെങ്കിൽ അതുപോലൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക, സാധാരണ ഒരു തിയേറ്ററിൽ. അപ്പോൾ അതെ, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കി എല്ലാവരും ചേർന്ന് കഴിക്കുക. ബോർഡ് ഗെയിംസ് എന്തെങ്കിലും, അതായത് ഓൺലൈൻ വീഡിയോ ഗെയിംസ് ആ ഒരു രീതിയിലല്ല, ഒരുമിച്ച് വട്ടം കൂടി നിന്ന് കളിക്കുന്ന കളികൾ,
അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഫാമിലിയായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അത് സൗഹൃദങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആ പഴയ തരത്തിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, പക്ഷെ അമിതമായിട്ട് ഊണും ഉറക്കമില്ലാതെ പണിയെടുക്കുന്ന രീതിയല്ല. വർക്ക് ചെയ്യുന്ന ഒരു ടൈമുണ്ട്, ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പാരൻസായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുടെ കൂടെ സമയം ചിലവഴിക്കുന്നില്ല. കാരണം നിങ്ങൾ പാർട്ടി അതുപോലത്തെ ഒരു ആ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. പഴയ കാലത്തും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ കാലത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് മാത്രം വീണു പോയിരിക്കുന്ന എനർജി ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് മനസ്സിലാക്കി അത് കൂടെ കൊണ്ടുപോയിട്ട് പഴയ കാലത്തിൻ്റെ പോസിറ്റീവ് സൈഡിൽ കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് നിൽക്കാതെ ഒരുമിച്ച് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു വോക്കിന് പോകുന്ന, അവരായിട്ട് സംസാരിക്കുന്ന ആ രീതിയിലേക്ക് നിങ്ങൾ കൂടുതൽ പോകുന്നതായിട്ടും, അതേപോലെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് സമയം ചിലവഴിക്കുക, ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൊമെൻറ്റ് ആസ്വദിച്ച് കൊണ്ടുപോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട് ഹെൽത്ത് വൈസ് നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാൻ, നടക്കാൻ, അതേപോലെ എക്സസൈസ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആക്റ്റീവ് മനസ്സുകൊണ്ട് നന്നായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ശരീരം കൊണ്ടും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ച കാര്യം ഫൈനലി നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. പുതിയ പ്രോജക്റ്റ്, പുതിയ ഐഡിയാസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ അസൈൻ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പ്രോജക്റ്റ് മാനേജറായിട്ട് ആകുന്നൊരു സിറ്റുവേഷൻ, യു ഫീലിംഗ് ലൈഫിൽ സക്സസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ഇൻഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അൺഇൻസ്പയർഡ് സിറ്റുവേഷൻ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആകുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. ഒരു യൂണിവേഴ്സ് വളരെ കോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ബൗണ്ട്ലെസ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു കുട്ടികളാണെങ്കിൽ വളരെ ക്യൂരിയസ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി. പ്രായമായിട്ടുള്ളവരും ആ എനർജി തന്നെയാണ്. നിങ്ങൾ എന്തും നേടാനുള്ളൊരു കഴിവ് നിങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി ആണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. പഴയ പല കാര്യങ്ങളും പര്യവസാനിപ്പിച്ച് പുതിയൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള് കഴിഞ്ഞ് നിങ്ങളൊരു പുതിയ ഡാർക്ക് നൈറ്റ് സോളിനെ കുറിച്ച് അറിയാവുന്നവരാണ് എങ്കിൽ, അല്ലാത്തവർ വിട്ടുകളിയ നിങ്ങളുടെ ഒരു സ്പിരിച്വലി ഒരു നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നു എന്നുള്ളത് വിചാരിച്ചാൽ മതി. 6 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുന്നൊരു സമയമാണ്. കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടൊക്കെ കഴിവുകളുള്ള ഒരു വലിയ ലെവലിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാവാം. അപ്പോൾ സ്പോർട്സിൽ മികവുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പിന്നീട് നാഷണൽ ലെവലിലേക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധ്യതയുള്ളതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് കരുതാം. അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിലേക്കുള്ളൊരു സിനിമയിൽ കയറുക എന്നുള്ളൊരു എനർജി, ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കടക്കാനുള്ള ഒരു ചുവടുവയ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ മാറ്റി നിർത്തിയ പല ആളുകളും നിങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ന ആളെൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ പഠിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. പിന്നെ നിങ്ങളെ മുതലെടുക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ കൂടിയും നിങ്ങൾ അവരോട് അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇങ്ങനെ മുതലെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തുറന്ന് പറയുന്ന ഒരു രീതി വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി നിങ്ങൾ ബാധ്യസ്ഥരാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരിൽ സോറി, ആ തൽക്കാലം സമയമില്ല എന്നുള്ള രീതി. നിങ്ങൾ അമിതമായിട്ട് സംസാരിക്കാനൊന്നും പോകുന്നില്ല, കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാവാം.
തൽക്കാലം സമയമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾക്കോ വാക്കുകൾക്കോ കാത് കൊടുക്കാതെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ ചില ആളുകൾ വളരെ ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ്. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ചില ആളുകളിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നിന്ന് ഓക്കെ തൽക്കാലം സമയമില്ല എന്ന് പറഞ്ഞ് അധികം സംസാരിക്കാൻ നിൽക്കുന്നില്ല. ആ സിറ്റുവേഷനിൽ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.